ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ റിലീസായ കാട്ടവരാതം അല്ല കാട്ടാളൻ എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യം മാത്രമാണ്. ഇത് സിനിമയാണോ അതോ ആനക്കൊമ്പ് കടത്തുന്നവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ആണോ? കാരണം സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ആന, ആനക്കൊമ്പ്, പോലീസ്, സ്മഗ്ലിംഗ്, കൊലപാതകം, വീണ്ടും ആന, വീണ്ടും കൊമ്പ്, അങ്ങനെ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നി, ഇവിടെ ആരെങ്കിലും ഒരു ആനയെ കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിച്ചാൽ മതി, ബാക്കി എല്ലാവരെയും ഒഴിവാക്കാം. എന്തായാലും അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ എത്തുന്നത് ആനക്കൊല്ലി എന്ന സ്ഥലത്തേക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, അവിടെ ആനകൾ മനുഷ്യരെ കൊല്ലുന്ന പരിപാടിയാണ്. ആനയുടെ ശല്യം കാരണം അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരുപാട് ആളുകൾ അവിടെ നിന്നും താമസം മാറി പോകുന്നു. അവസാനം 8 പേര് മാത്രം അവിടെ ബാക്കിയാകുന്നു. അങ്ങനെ ഇവർ ഒരു വേട്ടക്കാരനായ മാരിയെ സമീപിക്കുകയാണ്. സാറേ, ഒരാന ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഒന്ന് എന്തെങ്കിലും ചെയ്യണം. മാരി ആദ്യം സമ്മതിക്കുന്നില്ല, പക്ഷേ പിന്നീട് സമ്മതിക്കുന്നു. എന്തിനാണെന്ന് കരുതിയോ? ആനയെ കൊല്ലാനല്ല, ആനക്കൊമ്പെടുക്കാനും കാട് തന്നെ പിടിച്ചടക്കാനുമാണ്. അതായത് ആനയുടെ പ്രശ്നത്തിന് പരിഹാരം ചോദിച്ചപ്പോൾ മാരി കൊടുത്തത് ആനയും പോകും കാടും പോകും, നിങ്ങളും എൻ്റെ കീഴിൽ വരും എന്നൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു. അങ്ങനെ മാരി തൻ്റെ 2 പ്രധാന ആളുകളെയും കൂട്ടി ആനക്കൊല്ലിയിലെത്തുന്നു. ആനയെ പിടിച്ച് കൊല്ലുന്നു, കൊമ്പെടുക്കുന്നു. പിന്നെ പതിയെ ആ പ്രദേശം മുഴുവൻ മാരി കൈക്കലാക്കുന്നു. ഇവിടെ മുതൽ മാരിയുടെ സാമ്രാജ്യം തുടങ്ങുകയാണ്. ആനയെ വേട്ടയാടാൻ ഒരുപാട് വേട്ടക്കാരെ മാരി അവിടേക്ക് കൊണ്ടുവരുന്നു. അവരൊക്കെ കുടുംബത്തോടെയാണ് വരുന്നത്. പക്ഷേ മാരിയുടെ മനസ്സിലുള്ളത് വളരെ സിമ്പിളായിരുന്നു. ഇവന്മാർ ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ നിന്നും പുറത്തു പോകാൻ കഴിയില്ല. അങ്ങനെ വേട്ടക്കാരും അവരുടെ കുടുംബങ്ങളും എല്ലാം മാരിയുടെ നിയന്ത്രണത്തിലായി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മാരി ഇവരെ ജോലിക്കാരായി പോലും കാണുന്നില്ല, അടിമകളായിട്ടാണ് കാണുന്നത്. പോലീസിനെയും പണം കൊടുത്ത് തൻ്റെ സൈഡാക്കുന്നു. ആനക്കൊമ്പ് കടത്തുന്ന വലിയൊരു നെറ്റ്വർക്ക് മാരി ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് മാരി നാട്ടിലെ ഒരു ചെറിയ വേട്ടക്കാരനിൽ നിന്ന് ആനക്കൊമ്പ് ബിസിനസിൻ്റെ അംബാനിയായി മാറുന്നു. ഇതിനിടയിൽ നമ്മൾ കാണുന്നത് അലിയെ. അലി മാരിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്. ഒരു ദിവസം അലിയെയും മറ്റൊരാളെയും ആനക്കൊമ്പുമായി പോകുമ്പോൾ പോലീസ് പിന്തുടരുകയാണ്. പോലീസ് പിടിക്കുന്നതിന് മുൻപ് അവർ രക്ഷപ്പെടുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിലുള്ള 25 ആനക്കൊമ്പും പോലീസിന്റെ കയ്യിലായി. അതായത് ആളുകൾ രക്ഷപ്പെട്ടു, പക്ഷേ മാരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സാധനം പോയി. ഇത് അന്വേഷിക്കുന്നത് SI നെസ്ലനാണ്. നെസ്ലനും മാനിയും തമ്മിലാണെങ്കിൽ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പുമാണ്. അതുകൊണ്ട് തന്നെ മാരിക്ക് നെസ്ലനെ കണ്ടാൽ അപ്പോൾ മുഖം മാറും. ഇനി ഇവിടെ നിന്നാണ് സിനിമയുടെ വില്ലൻ ലെവൽ ഉയരുന്നത്. മാരി അലിയോടും കൂട്ടുകാരോടും ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. 25 ആനക്കൊമ്പുകൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മർദ്ദിക്കുകയാണ്. അവിടെ നിൽക്കുന്നവർ ആരും ഒന്നും പറയുന്നില്ല. കാരണം മാരിയുടെ മുന്നിൽ സംസാരിക്കുന്നത് ജീവിതത്തിൽ അവസാനമായി സംസാരിക്കുന്നതാകാം. മാരി അവിടെയുള്ള സ്ത്രീകളോടും കുട്ടികളോടും പോലും യാതൊരു കരുണയും കാണിക്കുന്നില്ല. സിനിമയിൽ തന്നെ മാരിയെ കാണിക്കുന്നത് വളരെ ക്രൂരനായിട്ടാണ്. അവൻ്റെ കയ്യിൽ ആളുകൾക്ക് യാതൊരു വിലയുമില്ല. അവൻ്റെ മുന്നിൽ മനുഷ്യജീവനും ആനക്കൊമ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആനക്കൊമ്പിന് കോടികൾ വില, മനുഷ്യനോ അത് മാരിക്ക് ആവശ്യമില്ലാത്ത ഒരു ഡിസ്പോസിബിൾ ഐറ്റം. അങ്ങനെ മാരിയുടെ ബിസിനസ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നു. മാരി ആ ജനങ്ങളെ മുഴുവൻ പേടിപ്പിച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഒരു സീനുണ്ട്. മാരി ഒരു കൊച്ചു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശേഷം തിരിച്ചു വരികയാണ്. ആ പെണ്ണ് അവിടെ പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ട് പോലും അവിടുത്തെ ആളുകൾ ഒന്നും മാരിയെ എതിർക്കുന്നില്ല. അത്രയ്ക്കും കഴിവുകെട്ട മൊണ്ണകളായിരുന്നു അവിടുത്തെ ആളുകൾ. അങ്ങനെ മാരിയുടെ ബിസിനസ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ആനക്കൊമ്പ് കടത്തുന്നു. മാരിയുടെ പ്രധാന ബിസിനസ് പാർട്ണർ ആണ് ഗബ്രാൾ. അവന് സമയത്ത് സ്റ്റോക്ക് എത്തിക്കണം. അതുകൊണ്ട് മാരി വീണ്ടും വലിയൊരു ലോഡ് അയക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഈ തവണ പോലീസ് വീണ്ടും പിന്നാലെ. നെസ്ലൻ വണ്ടി നിർത്താൻ ശ്രമിക്കുന്നു, പക്ഷേ മാരി വണ്ടി നിർത്തുന്നില്ല. പോലീസ് ചേസ് ചെയ്യുന്നു. അപ്പോഴാണ് കഥയിൽ അടുത്ത ട്വിസ്റ്റ്. മാരിയുടെ ഏറ്റവും വലിയ ശത്രു എഡി പണ്ട് മാരിയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളാണ്. പക്ഷേ പിന്നീട് മാരിയുമായി പിരിഞ്ഞു. എഡിയുടെ അച്ഛൻ ആനക്കൊല്ലി പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുക എന്നാണ് എഡിയുടെ ലക്ഷ്യം. എഡിയുടെ കൂടെ അവൻ്റെ അനിയൻ റോബർട്ടുമുണ്ട്. ആ പോലീസുകാരൻ നെസ്ലിനുമുണ്ട്. അങ്ങനെ മാരിയും എഡിയും തമ്മിൽ വലിയ ഫൈറ്റ്. മാരി രക്ഷപ്പെടുന്നു, പക്ഷേ ആനക്കൊമ്പ് എഡിയുടെ കയ്യിൽ പോവുകയാണ്. ഇവിടെ നമ്മൾ വിചാരിക്കും 2 വില്ലന്മാർ തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കുന്നു. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒരുത്തൻ കൂടി വരാനുണ്ട്. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ ഹീറോ ആന്റണി എത്തുന്നത്. മാരി തൻ്റെ നഷ്ടപ്പെട്ട സ്റ്റോക്ക് തിരികെ പിടിക്കാൻ ജോർജിനെ വിളിക്കുന്നു. ജോർജ് പറയുന്നത് ഇതിന് പറ്റിയ ഒരാളുണ്ട്, അതാണ് ആന്റണി. ആന്റണി ഒരു സ്മഗ്ലറാണ്. ഫൈറ്റ് ചെയ്താൽ അവനെ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ആന്റണിയുടെ ഹീറോ എൻട്രിയൊക്കെ മാസായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ലുക്ക്, ഫൈറ്റ് എല്ലാം സെറ്റ്. നേരത്തെ മാരിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആനക്കൊമ്പുകൾ മുഴുവൻ ഗുജറാത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പോകുന്ന വഴി ആ സാധനങ്ങളെല്ലാം ആന്റണി പിടിച്ചെടുക്കണം. അതിനായി 2 വാഹനങ്ങൾ പിന്നിൽ ചേസ് ചെയ്യുന്നവർ.
ആന്റണിയുടെ ആളുകൾ ഇടയിൽ മറ്റൊരു ലോറി കൊണ്ടുവന്ന് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അവസാനം ആന്റണി റൂട്ട് മാറ്റുന്നു. അതേപോലെ മറ്റൊരു വാഹനം മുന്നിൽ കൊണ്ടുവരുന്നു. ചേസ് ചെയ്യുന്നവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ആന്റണി അവരിൽ ഒരാളായി പോവുകയാണ്. ഇവിടെ ആന്റണി ഒരു കാര്യം കൂടി ചെയ്യുന്നു. തന്നെ നിരീക്ഷിക്കാൻ വിട്ട ആളെ കൊല്ലുന്നു. അങ്ങനെ സ്റ്റോക്ക് സുരക്ഷിതമായി മാറ്റുന്നു. ഇവിടെയൊക്കെ സിനിമ നമ്മളോട് പറയുന്നത് ഗൂഗിൾ മാപ്സ് പോലും ആന്റണിയെ ഫോളോ ചെയ്താൽ റൂട്ട് തെറ്റും. അങ്ങനെ ആന്റണി മാരിയുടെ അടുത്തേക്ക് എത്തുന്നു. അലി അവനോട് മാരിയുടെ പഴയ കഥകളൊക്കെ പറയുകയാണ്. മാരിയുടെ കൂടെ ആദ്യകാലത്ത് നിന്ന ചില ആളുകളെ പോലും മാരി കൊന്നിട്ടുണ്ട്. അതായത് മാരിയുടെ കൂടെ നിൽക്കുക എന്നത് ഒരു ദിവസം ശമ്പളം കിട്ടും, അടുത്ത ദിവസം ശവപ്പെട്ടി കിട്ടും എന്ന പാക്കേജാണ്. എങ്കിലും ആന്റണി അവിടെ തന്നെ തുടരുന്നു. അതിനിടയിൽ മാരിയുടെ ആളുകൾ ഒരു കുട്ടിയോടും കുടുംബത്തോടും മോശമായി പെരുമാറുന്നത് ആന്റണി കാണുകയാണ്. അലി ആ കുട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആന്റണിക്കും ആ കുടുംബത്തോട് സിമ്പതി വരുന്നു. പ്രത്യേകിച്ച് നടക്കാൻ കഴിയാത്ത അലിയുടെ ഒരു ചെറിയ മകളോട് ആന്റണിക്ക് വലിയ കണക്ഷൻ ഉണ്ടായിരുന്നു. അവളെ ആന്റണി നടക്കാൻ സഹായിക്കുന്നതും കാണിക്കുന്നു. ഇവിടെയാണ് സിനിമ ആന്റണിയെ ഒരു സാധാരണ സ്മഗ്ലർ അല്ല, മനസ്സുള്ള മാസ് ഹീറോ ആക്കി മാറ്റിയത്. ഇനി മാരി ആന്റണിയോട് ഒരു വലിയ ലോഡ് ശ്രീലങ്കയിൽ എത്തിക്കാൻ പറയുന്നു. 5 ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് എത്തിക്കണം. ആന്റണി അത് സമ്മതിക്കുന്നു. പക്ഷേ പ്രശ്നം വീണ്ടും എഡിയുടെ അനിയൻ റോബോട്ട് ആന്റണിയെ ആക്രമിക്കാൻ വരികയാണ്. ഫൈറ്റ് നടക്കുന്നു. അവസാനം റോബോട്ട് കൊല്ലപ്പെടുന്നു. ആന്റണി അവൻ്റെ ഡെഡ് ബോഡി എഡിക്ക് അയച്ചു കൊടുക്കുന്നു. ഇതോടെ എഡി ഫുൾ ആംഗ്രി. അനിയനെ കൊന്നവരെ അടക്കാതെ താൻ നിൽക്കില്ലെന്ന് സത്യം ചെയ്യുന്നു. ഇതിനിടെ ആന്റണിക്ക് ഒരു സംശയം. താൻ എവിടെയൊക്കെ പോകുന്നു എന്ന വിവരം എഡിക്ക് കൃത്യമായി എങ്ങനെ കിട്ടുന്നു? കാരണം ആ കൊമ്പുകളെല്ലാം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകണം. അതിന് മാരി പറഞ്ഞതനുസരിച്ച് ഒരു ആംബുലൻസ് വഴി ബോഡിയിലാക്കിയിട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ ആന്റണി ആംബുലൻസ് ഡ്രൈവറുടെ വേഷം അണിഞ്ഞുകൊണ്ട് മോർച്ചറിയിലേക്ക് എത്തുന്നു. അവിടെ കഴിഞ്ഞ ദിവസം അപകടം നടന്ന് 27 പേര് മരിച്ചിരുന്നു. അവരുടെ ബോഡി കീറിയിട്ട് 2 കൊമ്പുകൾ വെച്ച് കടത്തണമെന്ന് ആന്റണി ഡോക്ടറോട് പറയുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ആന്റണിയെ പോലീസ് കറക്റ്റായി പിന്തുടരുകയും ആന്റണിയും കൂട്ടരെയും ആംബുലൻസിനെയും അറസ്റ്റ് ചെയ്യുന്നു. നേരെ ആശുപത്രിയിലെത്തി ആ ബോഡി കീറി പരിശോധിക്കുമ്പോൾ അതിൽ ആനക്കൊമ്പ് പോയിട്ട് ആനയുടെ പൂട പോലും ഇല്ലായിരുന്നു. അപ്പോഴാണ് ബാക്കോട്ടൊരു സീൻ കാണിക്കുന്നത്. ആന്റണി ഡോക്ടറോട് പറയുന്നത് ഇങ്ങനെ: ബോഡിയിൽ 2 ആനക്കൊമ്പ് വീതം കയറ്റണം. എന്നാൽ ഇപ്പോഴല്ല, അത് ഞാൻ പറയാം. അങ്ങനെ വീണ്ടും ഫ്രണ്ടിലോട്ട് വരുന്നു. ആന്റണി മാസ് ആക്ഷനിൽ വന്ന് നെസ്ലിനെ ഒന്ന് ചൊറിഞ്ഞിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ആന്റണി എഡിയുടെ അനിയനെ കൊല്ലുന്നത്. താൻ എവിടെയൊക്കെ പോകുന്നു എന്ന വിവരം എഡിക്ക് കൃത്യമായി എങ്ങനെ കിട്ടുന്നു? അപ്പോൾ മനസ്സിലാകുന്നു ചാരൻ പുറത്തല്ല, അകത്താണ്. ആ ചാരൻ ആരാണെന്നറിയാമോ? സ്റ്റാൻലി തന്നെയാണ് എഡിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആന്റണി ഇത് കണ്ടെത്തുന്നു. സ്റ്റാൻലി മാപ്പ് ചോദിക്കുന്നു. ഞാൻ എവിടെയെങ്കിലും പോയി പിഴച്ചായാലും ജീവിച്ചോളാം എന്ന് കാല് പിടിച്ച് ആന്റണിയോട് പറയുന്നു. പക്ഷേ ആന്റണി പറയുന്നത്, ശത്രുക്കളെ പോലും ഞാൻ വെറുതെ വിടും, പക്ഷേ ദ്രോഹിയെ ഒരിക്കലും വിടില്ല. 5 സൂര്യയുടെ അതേ ഡയലോഗ്. കൂടെ ഉണ്ടായിട്ട് ചതിക്കുന്നത് വേറെ കാര്യം. സഹോദരനെ പോലെ കരുതി ചതിച്ചതാണ് നിന്റെ വലിയ തെറ്റ്. അങ്ങനെ സ്റ്റാൻലിക്കും കഥയിൽ എൻഡ് കാർഡ് വരുന്നു. ഇതിനിടെ മാരിയുടെ ഗാങ്ങിലും ഒരു ഇൻഫോമർ ഉണ്ടെന്ന് കരുതുന്നു. അവനെയും മാരി കൊന്നുകളയുന്നു. ഇവിടെ സിനിമയിലെ എല്ലാവരും ഒരേ ജോലി ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വിശ്വസിക്കുന്നു, അവർ അവരെ ചതിക്കുന്നു, അവരെ വില്ലന്മാർ കൊല്ലുന്നു. ഇതാണ് സിനിമയുടെ ബേസിക് ഫോർമുല. അങ്ങനെ ഒരു ദിവസം മാരി പാർട്ടി നടത്തുന്നു. അവിടെ മാരിയുടെ ആളുകൾ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. അലി ഇടപെടുമ്പോൾ അലിയെ അവർ ആക്രമിക്കുന്നു. ആന്റണി അതിലിടപെട്ട് അവനെ ഇടിക്കുന്നു. ഇത് കണ്ട മാരി ആന്റണിക്ക് സപ്പോർട്ട് നൽകുകയാണ്. മാരി ആന്റണിയുടെ തോളിൽ കൈവച്ചിട്ട് പറയുന്നു, അവൻ എൻ്റെ അനിയനാണ്, ഇനി ആരും ഇവനെ തുടരുത്. അതോടെ ആന്റണിയും മാരിയും തമ്മിലുള്ള ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നു. പക്ഷേ സിനിമയ്ക്ക് ആ ബോണ്ട് അധികം സമയം വെക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം അടുത്ത സീനിൽ തന്നെ ട്രാജഡി. അലി കുടുംബത്തോടും നഗരത്തിലേക്ക് പോകുന്നു. അവൻ്റെ മകൾക്ക് നടക്കാൻ കഴിയാത്തതിനാൽ വീൽചെയർ വാങ്ങാനാണ് പോകുന്നത്. വീൽചെയർ വാങ്ങി സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു ലോറി അലിയെ ഇടിക്കാൻ ശ്രമിക്കുന്നു. അലി രക്ഷപ്പെടുന്നു. പക്ഷേ കുട്ടികൾ ഉൾപ്പെടെ പലർക്കും പരിക്കേൽക്കുന്നു. സത്യത്തിൽ ആ ലോറി വിട്ടത് അലിയെ കൊല്ലാനല്ല, ആന്റണിയെ കൊല്ലാൻ വേണ്ടി എഡി അയച്ചതാണ്. പക്ഷേ പാളിപ്പോയി. ആ പാവം കുഞ്ഞിനെ ആ ദുഷ്ടനായ ലോറി ഡ്രൈവർ ഇടിക്കുകയാണ്. തെണ്ടി. കുട്ടികൾ ഉൾപ്പെടെ പലർക്കും പരിക്കേൽക്കുന്നു. ഹോസ്പിറ്റൽ. ഡോക്ടർ പറയുന്നു സർജറി വേണം. ജീവിക്കാനുള്ള ചാൻസ് ഏകദേശം 50%. ജീവിക്കണമെങ്കിൽ പണം വേണം. അലി പണം ചോദിക്കാൻ പോകുന്നത് ആരുടെ അടുത്താണ്? മാരിയുടെ അടുത്തേക്ക്. മാരി അപ്പോൾ കോടികളുടെ ഡീല് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അലി 20 ലക്ഷം ചോദിക്കുന്നു. മാരി എന്ത് ചെയ്യുന്നു? 20 ലക്ഷം കൊടുക്കുന്നില്ല. 5000 രൂപ, 50,000 രൂപ പകരം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ശമ്പളം തന്നില്ലേ, ഭക്ഷണം തന്നില്ലേ, താമസിക്കാൻ സ്ഥലം തന്നില്ലേ? അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മാരി ആനക്കൊമ്പ് ബിസിനസ് നടത്തുന്നത് കോടികൾക്ക്, പക്ഷേ ജീവനക്കാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. അലിയ 50,000 രൂപ വലിച്ചെറിയുന്നു. അവനെ അടിക്കാൻ ആളുകൾ വരികയാണ്. മാരിയുടെ ആളുകൾ വന്ന് മര്യാദയ്ക്ക് പൈസ എടുക്കടാ എന്ന് അലിയോട് ഭീഷണിപ്പെടുത്തുന്നു. അവനെ അടിക്കാൻ വേണ്ടി ഓങ്ങുന്നു. ആന്റണി അതിൽ ഇടപെടുന്നു. അവസാനം മാരിയും ആന്റണിയും തമ്മിൽ തെറ്റുകയാണ്. മാരി പറയുന്നു, നിന്റെ ആവശ്യം ഇനി ആനക്കൊല്ലിക്കില്ല, നിനക്ക് ഇവിടുന്ന് പോകാം. അവസാനം പണം ഉണ്ടാക്കാൻ വേണ്ടി ആന്റണിയും അലിയും കൂട്ടരും വീണ്ടും കാട്ടിലേക്ക് പോവുകയാണ്. അതായത് ആന്റണി പറയുന്ന അനുസരിച്ച് നമുക്ക് ആനയെ കൊല്ലാൻ അറിയാം, പിന്നെ എന്തിനാണ് മാരിയുടെ പൈസ? ഒരാനയെ കൊന്ന് 2 കൊമ്പെടുക്കേണ്ട കാര്യം? ഇതെല്ലാം പുഷ്പം പോലെ നടക്കും.
അങ്ങനെ ആന്റണിയും അലിയും കൂട്ടരും വീണ്ടും കാട്ടിലേക്ക് ഒരാനയെ വേട്ടയാടിക്കൊന്ന് കൊമ്പെടുക്കുന്നു. ഇപ്പോൾ ആ കൊമ്പ് ശ്രീലങ്കയിൽ എത്തിക്കണം. അതിനായി അലിക്ക് പരിചയമുള്ള ഒരാളുടെ സഹായം തേടുന്നു. പക്ഷേ അവിടെയും ചതി. പോകുന്ന വഴിയിൽ ആന്റണിക്ക് ചതി മനസ്സിലായി. ആന്റണിയെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. പക്ഷേ അറിയാലോ, ആന്റണിക്ക് മരണമില്ല. അവനെ എത്ര കുത്തുകുത്തിയാലും എത്ര വെട്ടിയാലും എത്ര വെടിവെച്ചാലും അവൻ ചാകില്ല. അതാണ് ആന്റണി. അങ്ങനെ ആന്റണിയുമായിട്ടുള്ള ഫൈറ്റിനൊടുവിൽ അവരെ എല്ലാവരെയും ആന്റണി കൊല്ലുകയാണ്. പക്ഷേ പോലീസ് അവിടേക്ക് വരികയാണ്. പോലീസുകാർ തുരതുരെ അതിൽ വെടിവെക്കാൻ തുടങ്ങി. ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലായി ആന്റണി എന്ത് ചെയ്യുന്നു, 2 ആനക്കൊമ്പ് എടുത്തുകൊണ്ട് അവിടെ നിന്നും ചാടുന്നു. അങ്ങനെ ചാടി ആന്റണി എത്തുന്നത് ഒരു തീരപ്രദേശത്തേക്ക്, ശ്രീലങ്കയുടെ തീരപ്രദേശം. അങ്ങനെ കടലിൽ നിന്നും കരയിലേക്ക് എത്തിയ ആന്റണിയെ തേടിയെത്തിയത് കുറെ തോക്കുമായി ഗുണ്ടകൾ. ആന്റണിയെ വലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന വഴി ഒരു വെടിയൊച്ച കേൾക്കുകയാണ്. നോക്കാൻ നേരത്ത് ഒരു മാസ് ഇൻട്രോ ഉള്ള ഗേൾ, കാന്താരിയാണ് അവൾ. അവൾ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു. ശേഷം ആന്റണിയുമായി പോവുകയാണ്. പോകുന്ന വഴി ആന്റണി ഈ ആനക്കൊമ്പ് വിൽക്കാൻ ഡീലറെ തേടുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ അവൾ ഒരു ഡീലറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ഡീലർക്ക് ഒരു മാസ് ഡയലോഗും അവൾ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ ആനക്കൊമ്പ് അയാൾ സ്വീകരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും വടിയാകും. അങ്ങനെ അവർ പോകുന്ന വഴിയും നേരത്തെ കണ്ട ഗുണ്ടകളുടെ ആളുകൾ ഫോളോ ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ കാന്താരി അവരെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവിടെ നിന്നും നേരെ നമ്മുടെ അണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ആനക്കൊമ്പ് ഡീലറായ മിൻഡീസിൻ്റെ അടുത്തേക്ക്. അവർ കൊമ്പ് പരിശോധിക്കുന്നു, ഫേക്കാണോ എന്ന് സംശയിക്കുന്നു. പക്ഷേ പരിശോധിച്ചപ്പോൾ ക്ലാസ് ക്വാളിറ്റി. മിൻഡീസ് പറയുന്നു ഇനിയും കൊമ്പ് കൊണ്ടുവരണം. ആന്റണി അത് സമ്മതിക്കുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് മാരിക്ക് മനസ്സിലാകുന്നു ആന്റണി പണമുണ്ടാക്കുന്നത് സ്വന്തം ആവശ്യത്തിനല്ല, അലി ഉൾപ്പെടെയുള്ള കുടുംബത്തെ രക്ഷിക്കാനാണ്. അത് മാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൻ തീരുമാനിക്കുന്നു, ആരെങ്കിലും ജീവിച്ചാൽ എൻ്റെ കഥ എങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ എന്ത് ചെയ്യുന്നു, അലിയുടെ ഭാര്യയും മക്കളെ ഉൾപ്പെടെ കുറേ പേരെ മാരി കൊല്ലുകയാണ്. പാവം കുഞ്ഞിനെ കൊല്ലുന്ന കണ്ടാൽ മാരിയുടെ ക്രൂരതയെ നമ്മൾ എന്തെന്നില്ലാതെ നോക്കിപ്പോവും. ഇവിടെയാണ് സിനിമയെ ഫുൾ ഡാർക്ക് മോഡിലാകുന്നത്. ആന്റണി തിരിച്ചു വരുമ്പോൾ മുന്നിൽ ഒരുപാട് മൃതദേഹങ്ങൾ. അവൻ്റെ മനസ്സ് തകർന്നുപോയി. കാരണം അവൻ ആ കുഞ്ഞുമായി അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അവൻ ആ ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾ ആനയെ കൊന്ന് കൊമ്പെടുക്കാൻ ധൈര്യമുള്ളവരാണ്, പക്ഷേ മാരി എതിർക്കാൻ എന്തുകൊണ്ട് ധൈര്യമില്ല? ഇതാണ് സിനിമയിലെ ടേണിംഗ് പോയിന്റ്. ആന്റണി ഒരുപാട് ഡയലോഗുകൾ അടിച്ച് ലാസ്റ്റ് എല്ലാ സിനിമയിലെയും പോലെ ഹീറോ വന്ന് അവരേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ കൂട്ടുന്നു. ഇതിനിടയിൽ അവസാനം കുറേ പേർ മരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികം. അങ്ങനെ ആന്റണിയുടെ നാടകീയമായ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മുന്നോട്ട് വരുന്നു. പിന്നെ ഓരോരുത്തരായി ആന്റണിക്കൊപ്പം ചേരുകയാണ്. ഈ പെൺകുട്ടി ഉൾപ്പെടെ കുറേ സ്ത്രീകൾ വന്നത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഇവരെയെല്ലാം മാരി റേപ്പ് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിക്കുന്നു മാരിക്കെതിരെ റിവോൾട്ട്. ആ സമയത്ത് മാരിയുടെ വലങ്കൈ അവിടേക്ക് വരികയാണ്. എന്നിട്ടൊരുത്തൻ മാസ് ഡയലോഗിൽ ആന്റണിയോട് പറയുന്നു, നിന്നെ കൊന്നിട്ട് ചെല്ലാനാണ് മാരിയുടെ ഓർഡർ. അപ്പോൾ എങ്ങനെ? ആ സമയത്ത് നേരത്തെ കാണിച്ച പെൺകുട്ടി ഒരു കോടാലി പോലുള്ള ഒരു ആയുധം കൊണ്ട് ആന്റണിക്ക് കൊടുക്കുന്നു. ആന്റണി എന്ത് ചെയ്യുന്നു, ആ കോടാലി കൊണ്ട് ആ മാസ് ഡയലോഗ് അടിച്ചവൻ്റെ തല വെട്ടിപ്പൊളർക്കുന്നു. പിന്നെ കൂടെയുള്ള വലങ്കൈ ഉൾപ്പെടെ എല്ലാവരെയും തീർക്കുകയാണ്. രാത്രിയാകുമ്പോൾ അലിയും ആന്റണിയും ചേർന്ന് മാരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആനക്കൊമ്പ് വെയർഹൗസ് കണ്ടെത്തുന്നു. അവിടെ ആനക്കൊമ്പുകളുടെ ഗോഡൗൺ ആയിരുന്നു. ഒരാനക്കൊമ്പ് കട്ടപ്പോൾ തന്നെ ഇത്രയും പ്രശ്നമുണ്ടായിരുന്ന സിനിമയിൽ ഇത്രയും 100 കണക്കിന് കൊമ്പുകൾ കട്ടാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ആനയേക്കാൾ കൂടുതൽ കൊമ്പുകളാണല്ലോ എന്ന്. ഇനി ക്ലൈമാക്സ്. ആന്റണിയെ തകർക്കാൻ മാരിയും എടിയും ഒന്നിക്കുകയാണ്. അതെ, ഇത്രയും നേരം പരസ്പരം കൊല്ലാൻ നോക്കിയിരുന്ന 2 പേരും ഇപ്പോൾ ഒന്നിക്കുന്നു. കാരണം വില്ലന്മാർക്ക് പോലും മനസ്സിലായി ആന്റണിയെ ആദ്യം തീർത്തില്ലെങ്കിൽ അവൻ നമ്മളെ തീർക്കുമെന്ന്. അങ്ങനെ വലിയ ഫൈറ്റ്. SI നെസ്ലനും അവിടെ എത്തുന്നുണ്ട്. ഫൈറ്റ് നടക്കുന്നു. അവസാനം നെസ്ലിൻ കൊല്ലപ്പെടുന്നു. മാരിയും എടിയും മറ്റു ആളുകളും ചേർന്ന് ഗ്രാമത്തിലെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ആന്റണിയുടെ സുഹൃത്തായിരുന്ന ഹനാൻ ഷാ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ മറന്നുപോയി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മുഖം ഇങ്ങനെ കാണിക്കാറുണ്ട്, എന്നിട്ട് പോകും. അവസാനത്തെ ഫൈറ്റിലും കാണിക്കുന്നുണ്ട് മുഖം. ഒരേ മുഖഭാവം, ഒരു മാറ്റവുമില്ല. മുഖം ഇങ്ങനെ വെട്ടിയൊട്ടിച്ച പോലെയുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ബോംബുകളെടുത്ത് വില്ലന്മാരുടെ ദേഹത്തേക്ക് എറിഞ്ഞ് അവരെ ചിതറിച്ച് കൊല്ലുകയാണ്. നെസ്ലിൻ മരിച്ചതോടെ ഇനി ആര്? ഇനി മാരി, എഡി, ആന്റണിയാണ്. ഇവർ 3 പേരുടെയും ഫൈനൽ ഷോഡൗൺ ആണ്. റൂമിനുള്ളിൽ വലിയൊരു ഫൈറ്റ്. പുറത്തു നിൽക്കുന്ന ആളുകൾ ആന്റണി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞ് മാരിയും എടിയും കൂടി ആന്റണിയെ വലിച്ചിഴച്ചുകൊണ്ട് വരികയാണ്, ഒരു പട്ടിയെ പോലെ. എല്ലാവരും ഷോക്ക്. ആന്റണിയെ കെട്ടിത്തൂക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഗൺ ഷോട്ട്. എടിയെ ആരോ വെടിവെക്കുന്നു. ആരാണ്? ആദ്യമേ ആന്റണിയെ രക്ഷിച്ച ആ കാന്താരി പെൺകുട്ടി. അവൾ എത്തി രക്ഷിക്കുന്നു. ആന്റണി എഴുന്നേൽക്കുന്നു. പിന്നെ വീണ്ടും ഫൈറ്റ്. അവസാനം മാരിയെ പിടിക്കുന്നു. എങ്ങനെയാ കാന്താരി ഇവിടെ എത്തി? ആ ആനക്കൊമ്പ് വെയർഹൗസിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ തന്നെ നമ്മുടെ അണ്ണനെ വിളിച്ചിരുന്നു. അണ്ണൻ പറഞ്ഞു ഇത്രയും കൊമ്പുണ്ടെങ്കിൽ എത്രയും വേഗം ശ്രീലങ്കയിൽ എത്തിക്കണമെന്ന്. അപ്പോൾ തന്നെ ആന്റണി പറഞ്ഞു എനിക്കൊരു ബാക്കപ്പ് വേണം. ബാക്കപ്പിന് നമ്മുടെ അണ്ണൻ അയച്ച ആളുകളായിരുന്നു അത്. 10-15 വയസ്സുള്ള പിള്ളേർ, കയ്യിൽ AK-47 തോക്കും. അങ്ങനെ അവസാനം മാരിയെ പിടികൂടുന്നു. മാരിയെ കെട്ടിത്തൂക്കിയിട്ട് അവനെ പച്ചയ്ക്ക് കത്തിച്ചു. മാരിയുടെ സാമ്രാജ്യത്തിൻ്റെ എൻഡ്. അത് മരിച്ചുപോയ അലിക്കും അവൻ്റെ കുടുംബത്തിനും വേണ്ടി ചെയ്യുന്ന റിവഞ്ചായിട്ട് കാണിക്കുകയാണ്.
അവസാനം മാരിയുടെ സാമ്രാജ്യം മുഴുവൻ ആന്റണിയുടെ കയ്യിൽ. ആന്റണി അവിടുത്തെ പുതിയ തലവനാകുന്നു. ഇവിടെ ഒരു ചെറിയ സംശയം. ആന്റണി ആദ്യം എന്തിനാണ് ആനക്കൊല്ലിയിൽ വന്നത്? ആനക്കൊമ്പ് കടത്താനോ, മാരിയെ തകർക്കാനോ, ആളുകളെ രക്ഷിക്കാനോ? അതോ ഒരു ദിവസം അവിടുത്തെ രാജാവാകാനോ? എന്തായാലും അവസാനം ആന്റണി അവിടെയുള്ള ആളുകളെ മോചിപ്പിക്കുന്നു, മാരിയുടെ ആളുകളെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ആനക്കൊല്ലിയിൽ പുതിയ കാലം തുടങ്ങുന്നു. പക്ഷേ സിനിമ ഇവിടെ തീരുന്നില്ല. കാരണം മാരിയുടെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ണറായിരുന്ന ഗബ്രാൾ ഇപ്പോഴും പുറത്തുണ്ട്. മാരിയിൽ നിന്ന് ആനക്കൊമ്പ് കിട്ടാത്തതോടെ അവൻ വലിയ ദേഷ്യത്തിലാണ്. അവനൊരു വലിയ അണ്ടർവേൾഡ് ക്രിമിനലാണ്. വേറെ ആരുമല്ല, നമ്മുടെ ലോകേഷ് കനകരാജ് അണ്ണൻ. എൻ്റെ സാമ്രാജ്യം നശിപ്പിക്കാൻ നോക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് അണ്ണൻ പറഞ്ഞുകൊണ്ട് ഒരു 3 പേരെ വീണ്ടും അണ്ണൻ കത്തിക്കുന്നു. അവരും ചതിയന്മാരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഗബ്രാളിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇനി പാർട്ട് 2 ഇറങ്ങുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ കാണാൻ നോക്കാം.